ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജും അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the വാട്സപ്പ് ഗ്രൂപ്പ്. ഈ ഒരു സെഷൻ്റെ എൻഡിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വളരെ ക്ലിയർ ആയിട്ട്, കുറേ കാര്യങ്ങൾ പറയാതെ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? എനിക്ക് ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണോ എന്നാണ് അറിയുന്നത്. ഓക്കെ, കറക്റ്റ് ഡിസിഷൻ. ഓക്കെ, ഈ ഡിസിഷൻ മേക്കർ നിങ്ങളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരുടെങ്കിലും സമ്മതം കിട്ടണോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വൈഫിന്റെ സമ്മതം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബോസിന്റെ സമ്മതം, അതെല്ലാം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളാണോ ഡിസിഷൻ മേക്കർ? ഡിസിഷൻ മേക്കർ ഞാൻ തന്നെയാണ്. വേറെ ആരും സമ്മതം വേണമെന്നില്ല? ഇല്ല, വേറെ ആരുടെയും വേണ്ട. ഓക്കെ, ഗ്രേറ്റ്. ഇനി പറയൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തോട്ടെ, കാരണം ഇന്നലെ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. ആക്ച്വലി ഞാൻ ഒരു ചെറിയ പ്രോബ്ലം ആയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഓക്കെ. പക്ഷെ എന്നെ ഗൈഡ് ചെയ്യേണ്ട ആളുകൾക്ക് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതിന്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു 8 ഇയേഴ്സ് ലോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ എനിക്കൊരു എഡ്യൂക്കേഷണൽ ഒരു ലെവൽ എൻ്റെത് അത്ര നല്ലതല്ല. അപ്പോ അത് ഞാൻ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് എനിക്കത് നെഗറ്റീവായിട്ട് തോന്നി. ഐ മീൻ അത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സ് പറഞ്ഞപ്പോ ഞാൻ അത് ഫുൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് ഒരു 1 ഇയർ ഇൻവെസ്റ്റ് ചെയ്തു, റീസ്റ്റാർട്ട് ചെയ്തു, ഒന്നുകൂടി ഒരു ചെറിയൊരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു ജോലിയിലേക്ക് കയറി. ആ കയറിയ ജോലി എന്ന് പറയുന്നത്, ഞാൻ ഏത് പ്രോബ്ലം ആയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, ആ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് ഞാൻ കയറിയത്. അപ്പോ അവിടുന്ന് കിട്ടിയ ഒരു നോളജ് ശരിക്കും പറഞ്ഞാൽ എന്റെ മൈൻഡ് കംപ്ലീറ്റ് ഇത് ചെയ്തു. ഐ മീൻ ചേഞ്ച് ആയി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇറ്റ്സ് പോസിറ്റീവ്. ബട്ട് അവിടെ ഒരു നെഗറ്റീവ് വന്ന എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, കുറെ ആളുകൾ എന്നെ മിസ്ഗൈഡ് ചെയ്തു എന്നുള്ളൊരു ഫീൽ എന്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കാണ്. മീൻസ് ഒരു ട്രോമമായിട്ട് കിടക്കാണ്. അപ്പൊ ഞാൻ ആ ഇൻഡസ്ട്രിയിൽ ഒരു 5 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പൊ ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ ഇപ്പൊ ഞാൻ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രോബ്ലത്തിന് ഞാൻ ഒരു സർജറിയിലൂടെ ഏകദേശം ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. 100% അല്ല, ബട്ട് ഐ എം കോൺഫിഡന്റ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവിടെ എനിക്കൊരു കരിയർ ഗ്രോത്ത് ഇല്ല. കാരണം ഒന്ന് ഞാൻ അതൊരു റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. അപ്പൊ എനിക്കൊരു കരിയർ ഗ്രോത്ത് കാരണമെങ്കിൽ ഇനി വർഷങ്ങൾ എടുത്തിട്ട് ഒരു മാനേജർ പോസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു കരിയർ ഗ്രോത്ത് പ്ലസ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുള്ളൂ. സോ കോവിഡ് ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ആ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി. കാരണം എനിക്ക് ഐ മീൻ പുറം ലോകത്തെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് പുറം ലോകത്തെ പറ്റി ഞാൻ അപ്പോ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്റേതായ ഒരു വഴി, ജസ്റ്റ് എന്റെ ഒരു ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു ചെറിയ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്റെ ഒരു അത് വലിയ ഗ്രോത്തിലൊന്നും എത്തിയിരുന്നില്ല. ഇനി അതിനകത്ത് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് ഏകദേശം ഇപ്പൊ ഒരു 3 to 4 years അതിലും സ്പെൻഡ് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ പല ജോലികളും ചെയ്തു. ഫ്രം ദ ബേസ് ലെവൽ തൊട്ടിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഡെയിലി വേജ് തൊട്ടുള്ള എല്ലാ ജോലികളും ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ എല്ലാ ജോലികളും ചെയ്തിട്ടുമുണ്ട്.
ഇപ്പൊ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കഴിഞ്ഞ ലാസ്റ്റ് നവംബറിൽ ഞാനൊന്ന് ഇപ്പോ അബ്രോഡ് വന്നു ജോലി അന്വേഷിച്ചിട്ട്. എന്റെ ബ്രദർ ഇവിടെ ഉണ്ട്, അപ്പൊ ആളുടെ ഒരു കെയർ ഓഫിൽ ജോലി റെഡി ആയിട്ട് ഇവിടെ വന്ന് ഞാൻ ഇവിടെ ലാൻഡ് ചെയ്ത സമയപ്പോഴത്തേക്ക് അതായത് ഫസ്റ്റ് വിസിറ്റിങ്ങിന് വന്നു. അപ്പോ അവർ ഓക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പിന്നെ പോയി വിസയൊക്കെ എടുത്തിട്ട് തിരിച്ചു ഇവിടെ വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു വാറന്റ് കേസ് കാരണം ആ ജോബ് കയറാൻ എനിക്ക് പറ്റിയില്ല. അതായത് ഞാനിപ്പോ സ്റ്റിൽ ഇവിടെ സ്റ്റക്കാണ്. ഇവിടുത്തെ ഇപ്പൊ കറണ്ട് എന്റെ ഒരു ID നമുക്കിവിടെ റെസിഡൻഷ്യൽ IDയും എനിക്ക് എക്സ്പയർഡ് ആണ്. ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ആ ഒരു എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എന്റെ ഭാഗമായിട്ട് നിന്നൊരു കസിനുണ്ട്. അപ്പൊ ആളിപ്പോ എന്റെ അടുത്ത് പറഞ്ഞു വെച്ചാല് ഓക്കെ ജോബൊന്നും കിട്ടുന്നില്ല, ഓൾറെഡി നമുക്കൊരു എഡ്യൂക്കേഷണൽ ആ ഒരു ഇതും ഇല്ല, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഓൾറെഡി ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ബ്രാൻഡ് ഒക്കെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. നാട്ടിലാണോ അല്ലെങ്കിൽ ഗൾഫിലാണോ? കാരണം ഇവിടെ നമുക്കൊരു ബേസ് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ നാട്ടിലാ കാര്യം പറഞ്ഞത്? ഇപ്പൊ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നാട്ടിലാണ്. ഞാനിപ്പോ കറന്റ് ഇവിടെ ആണ് ഉള്ളത്, അബ്രോഡ് ആണ് ഉള്ളത്. അപ്പോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് അവൻ എന്റെ ലൈഫിൽ വന്ന ടൈമിൽ അല്ലെങ്കിൽ അവൻ ഒരു ഭാഗമായ ടൈം തൊട്ടിട്ട് എനിക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല, അത് ജസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നമ്മളത് ഇനി റൺ ചെയ്യാൻ പോകുന്നുള്ളൂ. പിന്നെ എന്താ ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് വരുന്നത്? അല്ല, പ്രോഫിറ്റ് മീൻസ് അവന് ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ് തന്നിരുന്നു, നീ ഇന്ന വഴിക്ക് പോകും. ഞാൻ ആ കോഴ്സ് എടുത്തത് അവൻ പറഞ്ഞിട്ടാണ് എടുത്തത്. അപ്പൊ ഞാൻ അത് ത്രൂ ആണ് എന്റെ കരിയറിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നത്. മീൻസ് ലൈഫിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നത് അവൻ ത്രൂ ആണ്. ആളിപ്പം ആ ഒരു പ്രൊഫഷണലാണ്, ആളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റും കൂടെയാണ്. അപ്പോ ഞാൻ ഈ ഫീൽഡ് ഞാനിപ്പോ നമ്മളിപ്പോ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ഞാൻ എവിടെയാണോ വർക്ക് ചെയ്ത ആ ഫീൽഡിലെ ഒരു പ്രൊഡക്റ്റ് ആണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊരു ഹോൾസെയിൽ ലെവലിലേക്കാണ് ചെയ്യുന്നത്. മീൻസ് ഇന്റർനാഷണലിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് റീറ്റെയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ സെല് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആണ് ഉള്ളത്. അപ്പൊ ഞാൻ ആ ഒരു രീതിയിൽ ഇതുവരെ വർക്ക് ചെയ്തില്ല. പക്ഷെ റീറ്റെയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, കസ്റ്റമറുടെ പ്രോബ്ലം എനിക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് ആ പ്രോബ്ലമായിട്ട് മല്ലിട്ട് വന്നൊരു വ്യക്തിയും കൂടിയാണ്. അതായത് ഒരു കസ്റ്റമറുടെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അപ്പൊ ഞാൻ ആ ഒരു ഡിസിഷനിൽ നിൽക്കാണ്. ഇപ്പൊ എനിക്കൊരു ജോബ് നോക്കിയിട്ട് തന്നെ ഒന്നും കിട്ടുന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ക്ലാരിറ്റി ആണ് അല്ലേ? നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ നിങ്ങൾക്കുള്ളത് ഇപ്പൊ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളെ കസിന് പറഞ്ഞിട്ട് ഹൂ ഇസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലത് ഉണ്ടായിട്ടുള്ളൂ നിങ്ങളുടെ ലൈഫിൽ അല്ലേ? ശരിയല്ലേ? അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ഒരു ഇതിൽ കൂടെയാണ് ലൈഫിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പുള്ളി പറഞ്ഞല്ലേ? ഞങ്ങൾ രണ്ടുപേരുടെയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം അത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് റീറ്റെയിലാണ്. ഏതെങ്കിലും മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് റീറ്റെയിൽ സെല് ചെയ്യാനുള്ള പ്ലാൻ ആണത്. ഇസ് ഇറ്റ് കറക്റ്റ്? അതല്ലേ? ഓൾറെഡി പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് മാനുഫാക്ചറെ ഞാൻ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഫണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് ഷിപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഗ്രേറ്റ്. അത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാക്ട്ലി എന്താണ്? അതിൽ നിങ്ങൾ ഓക്കെ. അപ്പം പിന്നെ ഇവിടെ ഒരു ബുദ്ധിമുട്ടിന് ആവശ്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു നത്തിങ് am I right? നിങ്ങൾക്ക് ഇപ്പൊ ഇൻകം ഉണ്ടോ? ബിഗ് സീറോ. സോ അപ്പോൾ ഒരു സൈഡിൽ ഇപ്പൊ കറന്റ്ലി നിങ്ങൾ ബിഗ് സീറോ, പക്ഷെ നിങ്ങൾക്ക് ഇപ്പുറത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്കറ്റ് ശരിക്കും അറിയാം, കാരണം നിങ്ങൾ അതിൽ കൂടെ പോയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം അവരുടെ പെയിൻ എന്താണെന്നുള്ള അറിയാം, അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പെയിൻ നിങ്ങൾക്കറിയാം. നിങ്ങൾക്കത് വാങ്ങിച്ച് സാധനം ഇന്റർനാഷണൽ എവിടെ നിന്നാണെങ്കിലും ഇത് ചിലപ്പോൾ ഡ്രോപ്പ് ഷിപ്മെന്റ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഐ എം നോട്ട് ഗോയിങ് ടു ആസ്ക് യു ഓൾ ദോസ് തിങ്സ്. അത് വാങ്ങിച്ച് കൊടുത്തിട്ട് ഇവിടെ സെല് ചെയ്യാനുള്ള പ്ലാനാണ് നിങ്ങൾക്കുള്ളത്, ശരിയല്ലേ? അപ്പൊ ഇപ്പോൾ ജോബ് ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഇപ്പൊ നേരിടുന്നത്? സിൻസ് യു ഡോണ്ട് ഹാവ് എ ജോബ്, യു ആർ നോട്ട് ഏർണിംഗ് എനിത്തിങ്. അതിനാണ് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. ആർ യു മാരീഡ്? I'm not married. Okay, what's the age? ആളുകളുടെ മുന്നിൽ ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. It doesn't matter. മറ്റുള്ളവർ എന്ത് ചിന്തിക്കണമെന്ന് നോക്കൊന്നും വേണ്ട. What is your age? What is your age? 31. You're young. You've got enough time to marry, okay? You have enough time to marry. So number one, അതൊക്കെ പാസ്റ്റ് റിഗ്രറ്റ്സ് ഒന്നും അത് നോക്കൊണ്ടിരുന്നു. നിങ്ങൾ തുടങ്ങി വെച്ച് തന്നെ എന്നോട് ആ പാസ്റ്റ് റിഗ്രറ്റ് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. Am I right? Yes, sir. Okay, so forget about those things. That's gone.
Gone is gone. You can't bring them back. Is that right? Just like somebody died in your family, നിങ്ങളുടെ ഫാമിലി ആരെയും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. No, never. അതേപോലെ തന്നെ ഇതും കഴിഞ്ഞു. Don't think about it. Okay, what we are doing is ഇന്ന് മുതൽ നെക്സ്റ്റ് ഇയർ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് മനസ്സിലായി. ദാറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. ഇയാളുടെ മാർഷൽ ഗോൾഡ് സ്മിത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, വാട്ട് ഗോട്ട് യു ഹിയർ വിൽ നോട്ട് ഗെറ്റ് യു ദേർ. നിങ്ങൾ എന്താണോ ഇന്ന് ഇവിടെ എത്തിച്ചത്, ഇന്ന് എൻ്റെ മുമ്പിൽ എത്തിച്ചത്, ഇവിടുന്ന് നിങ്ങൾ മുമ്പോട്ടുള്ള ജയം ഒരിക്കലും എന്താണ് ഇവിടെ എത്തിച്ച് സഹായിക്കാൻ പോണില്ല. എത്രയോ വർഷങ്ങളായിട്ട് 100 വർഷങ്ങളായിട്ടുള്ള ബിസിനസ് ചെയ്യണ നമ്മളെ കാരണവന്മാരൊക്കെ ചെയ്യുന്ന ബിസിനസ് ചിലപ്പോൾ നിർത്തേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മൾ മാറിയിട്ടുണ്ടാവില്ല. Am I right? If you don't change, you can't move forward. So the only way for you to move forward is to change. Do you agree to that? Sorry, I didn't. നിങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ തോട്ട് പ്രോസസ് ഒക്കെ മാറിയാലേ മുമ്പോട്ട് പോകുള്ളൂ. Of course. അപ്പോൾ പഴയതൊക്കെ മറക്കാം. Okay, ആ പഴയ തോട്ട് മറന്നിട്ട് യു ഹാവ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഇമോഷൻസ് കൊണ്ടിരുത് ലോജിക്കലായിട്ട്, സ്ട്രാറ്റജിക്കലായിട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത്. Is it okay? ഓക്കെ. ഇപ്പോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാത്ത കാരണം നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? No. 0 to 10, where do you stand? 0. Now, if you start the new business, അവിടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ what is that you would give 0 to 10? 10, but in no but give me the correct answer and stop there. What is the number you give? 10. Okay. 10. ഇപ്പം ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ, നഷ്ടമുള്ള 3 കാര്യങ്ങൾ. First one, time. Okay, you are wasting your time. Yes. Number 2. Because I can't do anything here. Good. Number 2. Number 2, time. No. What's number 2? Be serious. What's number 2? ആക്ച്വലി ടൈം തന്നെയാണ്. എനിക്ക് വേറെ ഒന്നും ഇവിടെ നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പണം കിട്ടാത്ത കാരണം നിങ്ങൾക്ക് പണം ചെലവായി പോകണ്ടോ? ഇല്ല, ഇൻകം ഇല്ലാത്തതുകൊണ്ട്. സോ എക്സ്പെൻസ് ബ്രദറിന്റെ ഒപ്പമാണ് ഞാനിപ്പോ ഉള്ളത്. അത് കാലാകാലം അങ്ങ് നിൽക്കാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. അപ്പൊ നിങ്ങൾ ജീവിതം മരിക്കണ വരെ നിങ്ങൾ ഡിപ്പെൻഡന്റ് ആവാനാണോ ആഗ്രഹിക്കുന്നത്? No. അപ്പൊ you are dependent now, is that right? Yeah, I'm dependent now. You are dependent on somebody else. Yeah. Number 3. What's number 3? A life. What do you mean by life? കാരണം ഇതിലൊരു ചേഞ്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ഒരു ജീവിതം ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, ലൈഫിന് മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ അതർ സൈഡ്. നിങ്ങൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലെ 3 ബുദ്ധിമുട്ടുകൾ പറയാം. 3 ബുദ്ധിമുട്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ജോബ്, ഒരു എംപ്ലോയർ എന്നതിലേക്ക് മാറുന്നത്. ഓക്കെ, വേറെ ഒന്നും പറയണ്ട. ഗിവ് മീ 3 വെരി ക്ലിയർ negativity from that one. What is that? What could happen? What could go wrong? Whatever it is, tell me. Negativity, confidence കുറവുണ്ട്. Okay. 2, എൻ്റെ ഒരു പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഞാനത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. വർക്കിംഗ് ക്യാപിറ്റലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അവിടെ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല, പക്ഷെ വർക്കിംഗ് ക്യാപിറ്റലാണ്. Okay. The capital investment somebody else is doing, but you are working, so that becomes your working capital. Is that correct? Yeah. Okay. Yes. Right. Number 3. അപ്പോൾ അതെന്താ നഷ്ടമാണ്? അതെന്തുകൊണ്ടാണ് നഷ്ടം എന്ന് പറയാനുള്ള കാരണം? നിങ്ങൾക്ക് ടൈം, നിങ്ങൾ ഇപ്പുറത്ത് പറഞ്ഞ യുവർ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യണ്ട. അവിടെ നിങ്ങൾ പോയി വർക്ക് ചെയ്യല്ലേ ചെയ്യേണ്ടത്. So you should be enjoying that. So you should be enjoying that. Am I right? So it's not a loss. It's something that you enjoy, and that's something that you want to do. നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ടൈം അല്ലേ. So the time doesn't come here. Give me something. Confidence. Okay, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. നീ കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ബിസിനസ് വളർത്താനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നാണോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നാണോ? എന്താണ് നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാത്തത്? Which area? ആക്ച്വലി
എന്റെ ഒരു വിഷന്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതാണ് എന്റെ ഒരു പ്രോബ്ലം. മിഷൻ എന്താണ്? മിഷന്റെ പ്രോബ്ലം എന്താണ് പറയൂ. ഓക്കെ, മിഷൻ. ഓക്കെ, ഐസൈറ്റ്. എന്താണ് ഐസൈറ്റ്? എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്ത് വാട്ട്സ് ഐസൈറ്റ് പ്രോബ്ലം എന്താന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഹൈ മയോപിക് ആണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഹൈ മയോപിക്, ഐ മീൻ എനിക്ക് ഡിസ്റ്റൻസ് വിഷൻ കുറവാണ്. അപ്പൊ ഇന്ന് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നിയറസ്റ്റ് കാണാം, ഒരു 3 to 4 മീറ്റർ അറൗണ്ടിൽ ക്ലിയർ ആണ്. അത് കഴിയും തോറും ലിറ്റിൽ ക്ലാരിറ്റി കുറഞ്ഞു വരും. ഡ്രൈവ് ചെയ്യോ? നിങ്ങൾ ഡ്രൈവ് ചെയ്യോ? ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട്, ബട്ട് ഞാൻ റിസ്ക് എടുക്കലില്ല. ബിക്കോസ് അത് ഇത് 2 കണ്ണിനാണോ അല്ല 1 കണ്ണിനാണോ? എന്റെ ഒരു ലെഫ്റ്റ് ഐക്ക് മാത്രമാണ് അത്യാവശ്യം വിഷയമാണ്, റൈറ്റ് ഐ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്റെ കണ്ണ് നോക്കാൻ പറ്റുമോ? എന്റെ കണ്ണാണ് ഇത്. നിങ്ങൾ പറഞ്ഞേക്കാളും അപ്പുറം. എന്റെ ഒരു കണ്ണ് 5% ഒരു കണ്ണിന് കത്തി തെറിച്ചിന്റെ കണ്ണ് ഇതുണ്ടാ. എന്റെ ഈ വലത്തെ കണ്ണിൽ കത്തി തെറിച്ചിട്ട് ഈ കണ്ണ് 2 സ്പ്ലിറ്റ് ചെയ്ത കണ്ണാ. ഇതിൽ വെറും എനിക്ക് 5% മാത്രം കാണാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് പൈലറ്റ് ആവാൻ പറ്റാഞ്ഞത്. അണ്ടർസ്റ്റാൻഡ്? എന്നിട്ട് ഈ ഒരു കണ്ണിട്ട് ഞാൻ ജീവിക്കണം. അത് വലിയ പ്രോബ്ലം ആക്കരുത്. പക്ഷെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇതുവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ഞാൻ 12ാമത്തെ വയസ്സിൽ ഇന്ന് വരെ ഞാൻ ജീവിക്കണം ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ്. ഇതിനെ ഞാൻ പ്രോബ്ലം കാണുന്നില്ല. അല്ല, അത് ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ട് ചെയ്ത ടൈമിലുള്ള ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് ഇത്ര ഉണ്ടായിട്ടും നമ്മളിതൊന്നും ഇല്ലാത്ത, ഞാൻ ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയുന്ന ഒരു ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ അല്ലായിരുന്നു പഠിക്കണമെന്നുള്ളത് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴാണ് തിരിച്ചറിയുന്നത്. ബിക്കോസ് എന്നെ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. Absolutely. കാരണം ഒരു കണ്ണിന് മാത്രമുള്ള there's nothing you can do whatever you can do. Okay, let's not go back. Let's say number 1, നിങ്ങൾക്ക് വിഷന്റെ കുറവുണ്ട്. അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ ബുദ്ധിമുട്ടാവും വർക്ക് ചെയ്യാൻ? ഇല്ല, ആക്ച്വലി അപ്പൊ നിങ്ങൾ അപ്പൊ അതൊരു കുറവല്ല. അപ്പൊ അതൊരു കുറവല്ല. എനിക്ക് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. പ്രൊഡക്റ്റ് നോളജ് ഉണ്ട്, ആളുകളെ കൺവിൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഫോക്കസ് മാറരുത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾക്കുള്ള ഇതിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ എന്താണ്? വാട്ട് ഇസ് ദാറ്റ്? നിങ്ങൾ കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ, ഐ അഗ്രി ടു ദാറ്റ്. വാട്ട് ഇസ് ദ സെക്കൻഡ് തിങ്? ഇതിന്റെ കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാൻ. What is the second one? Be very strategic ആയിട്ട് വളരെ ഇതായിട്ട് ഫോക്കസ് ചെയ്ത് പറയാം. What is the second thing? ഇതിന്റെ കാരണം ചിലപ്പോൾ എനിക്കൊരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. What is the second thing? അല്ല, ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ഐ മീൻ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള എനിക്കാണുള്ളത്. എന്റെ പാർട്ണറെ സംബന്ധിച്ച് ഈ ഫീൽഡിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പം ഇത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റിയാണ് നിങ്ങൾക്ക് ഇല്ലാത്തത്. യു ഡോണ്ട് ഹാവ് ദ കപ്പാസിറ്റി ടു ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിന് കോൺഫിഡൻസ് ഇല്ല. ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കോൺഫിഡൻസ് ഇല്ലാത്ത. മൂന്നാമത്തെ എന്തായിരുന്നു? ഇപ്പൊ പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബാക്കപ്പ് മണി. ബാക്കപ്പ് മണി. ഇപ്പൊ ഞാൻ ബ്രദറിന്റെ ഒപ്പം ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു ബാക്കപ്പ് മണീന്റെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ചിലപ്പോ അത് ക്ലിയർ ആവാം. ബട്ട് ഇപ്പത്തെ സിറ്റുവേഷനിൽ ഞാൻ അതൊരു കുറവായിട്ട് കാണുന്നു. ഓക്കെ, ഗ്രേറ്റ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് എന്തൊക്കെ? 3 ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് ബെനിഫിറ്റ്സ് പറയാൻ പറ്റും? ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ എനിക്ക് എന്റേതായ ഒരു സൈൻ അപ്പ് അവിടെ വെക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരു സൈഡ്, വാട്ട് ഇസ് ദാറ്റ്? ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ്. ഐ മീൻ എന്റേതായ ഒരു ഇത് സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്പേസ്. വാട്ട് ഡു യു മീൻ ബൈ സ്പേസ്? ഇൻ ദ സ്പേസ് നിങ്ങളുടെ ഡെഫിനിഷൻ എന്താ? വാട്ട് ഡു യു മീൻ ബൈ സ്പേസ്? സ്പേസ് മീൻസ് ഇപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നു എന്നുള്ളൊരു ഇത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കാരണം ഇത്ര കാലം ഞാൻ ജോലി ചെയ്തതും അത് ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും നാള്. ഓക്കെ, ഗ്രേറ്റ്. ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ലീഡർ എന്നുള്ള ഒരു ഷിഫ്റ്റ് ആണ് നിങ്ങൾക്ക് ആസ് എൻ എംപ്ലോയിന്ന് എംപ്ലോയറിലേക്ക് മാറുന്ന ഒരു ഷിഫ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. യെസ്, ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നിൽക്കുകയാണ്. അതായത് ചിലപ്പോ തള്ളിയിട്ട് കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. ഓക്കെ, ഗ്രേറ്റ്. നമ്പർ 2 പിന്നെ ഉള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെ. ഓക്കെ, ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്പർ 3 എന്ന് പറഞ്ഞാല് നമ്മുടെ ലൈഫിൽ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ടോട്ടലായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യു ഗെയിം നിങ്ങൾക്ക് ഇപ്പോഴത്തെ വെച്ചാൽ ലോസ് ഓഫ് ടൈം ഉണ്ട്, യു ആർ ഡിപ്പെൻഡന്റ്, നിങ്ങളുടെ ലൈഫിൽ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്.
Yes. ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്പർ 1 നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ എസ്റ്റാബ്ലിഷ് ആ സ്പേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് മുറിച്ച് കളയും ചെയ്യാം. Am I right? Yes. You are getting me? So ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെയാണ്, രണ്ടാമത്തെ പറഞ്ഞത് ഇവിടെ. ഇതിന്റെ ഇടയിൽ ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിലാണ് നമ്മൾ നോക്കേണ്ടത് വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ്. നമ്പർ 1 നിങ്ങൾക്ക് കോൺഫിഡൻസും നിങ്ങളുടെ കപ്പാസിറ്റിയും കുറവെന്നുള്ള തോന്നലുണ്ട്. To move from your capacity and your confidence is less. Number 2, നിങ്ങൾക്ക് ബാക്കപ്പ് മണീന്റെ കുറച്ച് ആവശ്യം ഉണ്ടാവും. Am I right? Okay. അത് റിസ്ക് എന്ന് വേണം പറയാം. Yes. We call that the risk. ഈ റിസ്ക് ഏറ്റെടുത്തിട്ട് നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാണോ? I want you to think, okay? I want you to think. ആ റിസ്ക് ഏറ്റെടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഫ്രീഡം, ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം, സ്പേസും നോക്കിംഗ് ഓഫ് യുവർ ക്വസ്റ്റ്യൻ മാർക്ക്, അത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. 0 to 10 എത്ര റെഡിയാണ്? 10. Go for it. No worries. Go for it. Did you get clarity now? Did you get clarity? Yeah, I get clarity. Okay. Happy? Happy. Okay, just go for it. Okay, ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. just go for it. Okay. പിന്നെ അവിടെ വെച്ച് കാണാം. ബാക്കിയുള്ള പിന്നെ വെച്ച് കാണാം. Okay, fine. Thank you. Thank you very much. Let's move on to the third caller. Third caller, please.